ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റേൺ വാളിലേക്കാണ് പോകുന്നത്. വെസ്റ്റേൺ വാൾ അല്ലെങ്കിൽ വിലാപ മതിൽ, അല്ലെങ്കിൽ ഹീബ്രുവിൽ പറയും കോത്തൽ എന്ന് പറയും. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓൾഡ് ജെറുസലേം പട്ടണം മുഴുവനായിട്ടും വലിയൊരു മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രധാനമായിട്ടും 8 വാതിലുകളാണുള്ളത്. 1 ജാഫ ഗേറ്റ്, 2 ന്യൂ ഗേറ്റ്, 3 ദമാസ്കസ് ഗേറ്റ്, 4 ഹെറോദാസ് ഗേറ്റ്, 5 ലയൺസ് ഗേറ്റ്, 6 ഗോൾഡൻ ഗേറ്റ്, 7 ഡൺ ഗേറ്റ്, 8 സിയോൺ ഗേറ്റ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ ഗേറ്റ് കൂടാണ്. നമ്മൾ ഓരോ ഗേറ്റിലൂടെ വരുമ്പോഴും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ന്യൂ ഗേറ്റിലൂടെ അല്ലേ വന്നത്. അപ്പോൾ ന്യൂ ഗേറ്റിലൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളല്ല നമ്മൾ ദമാസ്കസ് ഗേറ്റിലൂടെ വരുമ്പോൾ കാണുന്നത്. ദമാസ്കസ് ഗേറ്റിലൂടെ വരുമ്പോൾ ആണെങ്കിൽ നമുക്ക് വഴിയോര കാഴ്ചകൾ ഒരുപാട് കാണാം. അതായത് ഒരുപാട് വഴിയോര കച്ചവടങ്ങളുണ്ട് ദമാസ്കസ് ഗേറ്റിലൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ കണ്ട് ആസ്വദിച്ച് വരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മൗണ്ട് മോറിയ കാണണമെങ്കിൽ മോറിയ മലയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. എൻറ്റയർ ജെറുസലേമിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതാണ് ഈ ന്യൂ ഗേറ്റിലൂടെ വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഭംഗി. എത്ര ബ്യൂട്ടിഫുള്ളാണ് ജെറുസലേം കാണാൻ. നമുക്കിവിടെ നിന്ന് തന്നെ അൽ അക്സ മോസ്കും അതുപോലെ തന്നെ ഡോം ഓഫ് ദി റോക്കും ഒക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ജെറുസലേമിൻ്റെ ഏതൊരു പിക്ചർ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. അതായത് ഈ കാണുന്ന സ്വർണ്ണ താഴികക്കുടം പോലെ നിൽക്കുന്ന ആ ഒരു മോസ്ക് നമുക്ക് ഏത് പിക്ചറിലും കാണാം. അതുതന്നെയാണ് ഈ ജെറുസലേമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോലും ആ ഒരു ബിൽഡിങ് തന്നെയാണ്. വളരെ മനോഹരമല്ലേ ജെറുസലേം കാണാനായിട്ട്? എത്ര ബ്യൂട്ടിഫുള്ളാണ്. ഈ താഴ്വശത്തായിട്ട് കാണുന്നതാണ് വിലാപ മതിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ വാൾ. നമുക്കിനി അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ശരിക്കും ജെറുസലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും പുരാതനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ജെറുസലേം ദേവാലയം പണികഴിപ്പിക്കുവാനായിട്ട് അനുഗ്രഹം ദാവീദ് രാജാവിന് ലഭിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രനായ സോളമൻ രാജാവാണ് ദേവാലയം പണികഴിപ്പിച്ചത്. ദേവാലയത്തെക്കുറിച്ചും ദേവാലയം പണികഴിപ്പിച്ചതിനെക്കുറിച്ചുമൊക്കെ 1 രാജാക്കന്മാർ 5-ാം അധ്യായം 13-ാം വാക്യത്തിലും 6-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 40 വർഷമെടുത്ത് പണികഴിപ്പിച്ച ഒരു ദേവാലയമായിരുന്നു ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത്. അന്ന് സോളമൻ രാജാവ് ഇത് പണികഴിപ്പിക്കുമ്പോൾ കല്ലുകൾക്ക് 5 ടൺ ഭാരവും അതുപോലെ തന്നെ ഒരു കല്ലിന് 13 മീറ്റർ നീളവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് ജെറുസലേം ദേവാലയം മാത്രമാണ് ദൈവത്തിന് വസിക്കുവാനായിട്ടുള്ള ഏക ദേവാലയം. ഇപ്പോഴുള്ള സിനഗോഗുകളെല്ലാം തന്നെ അവർക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഇടമായിട്ട് മാത്രമാണ് അവർ കരുതുന്നത്. ജെറുസലേം ദേവാലയം മാത്രമാണ് ദൈവഹിതമനുസരിച്ചുള്ള അവരുടെ ഏക ദേവാലയ സ്ഥാനം. ആ നടുക്കായി കാണുന്ന ആ മതിലാണ് വെസ്റ്റേൺ വാൾ അല്ലെങ്കിൽ വിലാപ മതിൽ എന്ന് പറയുന്നത്. ജെറുസലേം ദേവാലയത്തിൻ്റെ ശേഷിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ വിലാപ മതിൽ. BC 586 ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ഇസ്രായേൽ രാജ്യത്തെ ആക്രമിക്കുകയും ജെറുസലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. 70 വർഷം ബാബിലോണിൽ ഇസ്രായേൽ ജനത പ്രവാസികളായി കഴിഞ്ഞു. അതിനുശേഷം ഹോറിഷ് രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുകയും തിരികെ കൊണ്ടുവരികയും ജെറുസലേം ദേവാലയം പുതുക്കിപ്പണിയുകയും ചെയ്തു. അതിനുശേഷം AD 70 റോമൻ സാമ്രാജ്യം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ജെറുസലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. 6 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ബാക്കിയുള്ളവരെ നാടുകടത്തി. കുറച്ചുപേരെ മതപരിവർത്തനം നടത്തി. ക്രിസ്ത്യാനിറ്റിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ പ്രധാന പൗരന്മാരായും അടുത്ത സ്ഥാനം മുസ്ലിം മതവിഭാഗത്തിനും നൽകി. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിലെ പ്രധാന ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് റോമൻ മാതൃകയിൽ പണികഴിപ്പിച്ച ഒരു ദേവാലയമാണ് ഹോളി സ്പെക്കുലാർ ചർച്ച്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ കുറേ കപ്പുകളും അതുപോലെ തന്നെ ടാപ്പുകളും ഉണ്ട്. അപ്പോൾ കൈ കഴുകിയിട്ട് മാത്രമാണ് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകാറുള്ളൂ. ഇത് 2 പാർട്ടീഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ലേഡീസിൻ്റെ ഏരിയയാണ്, സ്ത്രീകൾ മാത്രം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മൊത്തം പുരുഷന്മാർക്കുള്ള സ്ഥലവുമാണ്. അപ്പോൾ അങ്ങനെ 2ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ആ കുട്ടികൾക്ക് പോസ് ചെയ്യാമെന്ന് അവർ വീഡിയോയ്ക്ക് പോസ് ചെയ്തിരിക്കുകയാണ്. വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടെയുള്ള ആൾക്കാർ. ഈ മുകളിലായി കാണുന്നത് ഒരു തടിപ്പാലമാണ്. ഈ തടിപ്പാലത്തിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അൽ അക്സ മോസ്കും അതുപോലെ തന്നെ ഡോം ഓഫ് ദി റോക്കും ഒക്കെ കാണാൻ സാധിക്കും. ഈ മതിലിന് തൊട്ടപ്പുറത്തായിട്ടാണ് അതെല്ലാം സ്ഥിതി ചെയ്യുന്നത്.
സ്വർണ്ണ താഴികക്കുടം പോലെയുള്ള ആ ബിൽഡിംഗ് ഇല്ലേ, അതൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ. ഈ തടിപ്പാലം എന്ന് പറയുന്നത് ഫോറിനേഴ്സിന് മാത്രം അലൗഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. അതായത് അതിലൂടെ ജൂഷുകളോ മുസ്ലിംസോ ഒന്നും തന്നെ പോകാറില്ല. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ അതിനകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അപ്പം ഇത് വിലാപ മതിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആർക്കെങ്കിലും അൽ അക്സ മോസ്കും കൂടി വിസിറ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു എൻട്രൻസ് ആണത്. വീണ്ടും 1157 ഓട്ടോമൻ സുൽത്താൻ ജെറുസലേം പിടിച്ചെടുത്തു. അതിനുശേഷം ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗമായ ഈ മതിൽ കണ്ടെടുത്തത്. ഈ മതിലിൻ്റെ പുറകിലായിട്ടാണ് അൽ അക്സ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അതായത് അന്ന് നിന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്താണ് ഇന്ന് അൽ അക്സ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ മതിലിൻ്റെ ഇടയ്ക്കെല്ലാം, അതായത് കല്ലുകളുടെ ഇടയിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പേപ്പർ തുണ്ടുകൾ കണ്ടില്ലേ, അതെല്ലാം പ്രെയറുകളാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സാധിക്കുമെന്ന് തന്നെയാണ്. ഇവിടെ പേപ്പറും പെന്നും കിട്ടും, നമുക്ക് അത് എഴുതി നമുക്കവിടെ തിരികെ വയ്ക്കാം. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്കിവിടെ ദൈവത്തിന് സമർപ്പിച്ചതിന് തുല്യമാണ്. ഇന്ന് ഈ ഇസ്രായേൽ രാജ്യത്തിന് പണമുണ്ട്, കഴിവുണ്ട്, ടെക്നോളജിയുണ്ട്, എല്ലാ ഫെസിലിറ്റികളും അവർക്ക് അവരുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ അവർക്ക് ഈ ദേവാലയം പുതുക്കി പണിയുവാനായിട്ട് സാധിക്കുന്നില്ല. യേശുക്രിസ്തു നടത്തിയ ഒരു പ്രവചനം നിവൃത്തിയാകുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രവചനം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 1-2 വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: യേശു ദേവാലയത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു, നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്: ഈ മതിൽ എങ്ങനെ വന്നുവെന്ന്. ഈ മതിൽ ഒരിക്കലും ദേവാലയത്തിൻ്റെ മതിലല്ല, ദേവാലയത്തിന് ചുറ്റിലും കെട്ടിയ കോമ്പൗണ്ട് വാളാണിത്. കോമ്പൗണ്ട് വാളിൻ്റെ ആ ചുറ്റുമതിലിൻ്റെ അവശേഷിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്ന മതിലെന്ന് പറയുന്നത്. ഈ മതിലെന്ന് പറയുന്നത് വളരെയധികം നീളമുള്ളൊരു മതിലാണ്. ഇതിനകത്തേക്ക് കൂടി ഈ മതിലിൻ്റെ ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആക്ച്വലി ലേഡീസിന് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ വീഡിയോ എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞാനും വീഡിയോയിലൂടെയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ കാണുന്നത്. അപ്പം ഈ മതിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 488 മീറ്റേഴ്സാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 19 മീറ്റേഴ്സുമാണ്. അപ്പോൾ അത്രയും ഹൈറ്റും ലെങ്ത്തും ഉള്ളൊരു മതിലാണ്. അപ്പം ഇതിനകത്തേക്ക് വരെ ഈ മതിലിൻ്റെ അവശേഷിപ്പുകളുണ്ട്. തങ്ങളുടെ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ഒരു പുതിയ ദേവാലയം പണിയുവാനായി ഓരോ യഹൂദനും പുതിയ ഒരു നാളേക്ക് വേണ്ടിയിട്ട് ഈ മതിലിന്മേൽ വന്ന് വിലപിച്ച് തലമുട്ടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ട് തന്നെയാണ് ഈ മതിലിന് വിലാപ മതിൽ എന്ന് പേര് വരാൻ തന്നെ കാരണം. നമുക്ക് കാണാം, ഓരോരുത്തരും ആ മതിലിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. മതിലിൽ തലമുട്ടിച്ച് നിന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് തന്നെ. ഇവിടെ വരെയാണ് ഈ മതിലിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ അവശേഷിക്കുന്ന വിലാപ മതിലിൻ്റെ കാഴ്ചകൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.